ഇന്ന് നമ്മളൊരു പുതിയ സെഷനാണ് പഠിക്കുന്നത്, ദ ഫ്ലവർ. കേട്ടോ, ഫ്ലവർ എന്ന് പറയുന്ന ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഫ്ലവർ. ഒരു പ്ലാന്റിൽ ഫ്ലവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പ്ലാന്റ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്ന്. കേട്ടോ, ഫ്ലവറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിക്ക് നമ്മൾ ആന്തോളജി എന്നാണ് പറയാ. ആന്തോളജി, സ്റ്റഡി ഓഫ് ഫ്ലവർ ഈസ് കോൾഡ് ആസ് ആന്തോളജി. സ്റ്റഡി ഓഫ് ഫ്ലവർ ഈസ് ആന്തോളജി. ആന്തോളജി എന്നാണ് സ്റ്റഡി ഓഫ് ഫ്ലവറിന് പറയുന്നത്. കേട്ടോ, സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലവർ എന്ന് പറയുന്ന ടിപ്പിക്കൽ ഓർഗൻ. ഇതിന് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേൾഡ്സ് ആണ് ഉള്ളത്. ആ 4 ഡിഫറെന്റ് വേൾഡ്സ്, ഫ്ലോറൽ വേൾഡ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഡിഫറെന്റ് ടൈപ്സ് ആസ് ആക്സസറി ആൻഡ് റീപ്രൊഡക്റ്റീവ് വേൾഡ്സ്. ആക്സസറി വേൾഡ്സ് എന്ന് പറയുന്നത്, accessory words are nothing but the calyx and corolla. Calyx, corolla, അതായത് അവരുടെ സെപ്പൽസും പെറ്റൽസും ആണ്. റീപ്രൊഡക്റ്റീവ് വേൾഡ്സ് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ് അതിന്റെ റീപ്രൊഡക്റ്റീവ് വേൾഡ്സ് എന്ന് പറയുന്നത്. ഈ 4 വേൾഡ്സും അറേഞ്ച് ചെയ്തേക്കുന്നത് തലാമസ് എന്ന സ്ട്രക്ചറിലാണ്. തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റാക്കിൾ, അല്ലെങ്കിൽ അതിനെ ടോറസ് എന്നും പറയാറുണ്ട്. കേട്ടോ, സോ ഹിയർ വി ക്യാൻ സേ തലാമസ്, റിസപ്റ്റാക്കിൾ ഓർ ടോറസ് ലൈക്ക് സ്ട്രക്ചർ where we can see the floral whorls are arranged. നമുക്കറിയാം കാലിക്സും കൊറോളയും ആക്സസറി വേൾഡ്സും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും അതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനും ആണ്. കേട്ടോ, ഇനി ചില ഫ്ലവേഴ്സിൽ ഈ കാലിക്സും കൊറോളയും കൂടി ഫ്യൂസ് ചെയ്ത് കാണാറുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പെരിയാന്ത്. കാലിക്സും കൊറോളയും കൂടി ഫ്യൂസ് ചെയ്ത് കാണുന്നതിന് പറയുന്ന പേരാണ് പെരിയാന്ത്. ഓക്കെ, പെരിയാന്ത് ഈ കാലിക്സിന്റെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ സെപ്പൽ എന്നാണ് പറയാ. കാലിക്സിന്റെ സിംഗിൾ യൂണിറ്റിന് നമ്മൾ സെപ്പൽ എന്ന് പറയും. കൊറോളയുടെ സിംഗിൾ യൂണിറ്റിന് നമ്മൾ പെറ്റൽ എന്നാണ് പറയാ. പെരിയാന്തിന്റെ സിംഗിൾ യൂണിറ്റിന് നമ്മൾ ടെപ്പൽ എന്നാണ് പറയാം. കേട്ടോ, അതായത് കാലിക്സിന്റെ ഒരു എതളിനെ നമ്മൾ സെപ്പൽ എന്ന് പറയും. അതേപോലെ തന്നെ കൊറോളയുടെ ഒരു എതളിനെ നമ്മൾ പെറ്റൽ എന്ന് പറയും. അതേപോലെ നമ്മൾ ഈ ടെപ്പൽ ആണെങ്കിൽ, പെരിയാന്ത് ആണെങ്കിൽ അതിന്റെ ഒരു എതളിനെ നമ്മൾ ടെപ്പൽ എന്നാണ് പറയാ. ഇനി എല്ലാ ഫ്ലവേഴ്സിലും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും രണ്ടും ഉണ്ടാവണം നിർബന്ധമില്ല. കേട്ടോ, സി ദ ഫ്ലവർ ഇഫ് ഇറ്റ് ഹാസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം വി വിൽ കോൾ ദോസ് ഫ്ലവേഴ്സ് ആസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അതിന് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാ പറയാ. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എപ്പോഴും പെർഫെക്റ്റ് ഫ്ലവർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആർ പെർഫെക്റ്റ് ഫ്ലവേഴ്സ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് പെർഫെക്റ്റ് ഫ്ലവേഴ്സ് ആണ്. ഇനി ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവർ എന്ന് പറയുന്നത് മെയിൽ ഫ്ലവറും ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവർ എന്ന് പറയുന്നത് ഫീമെയിൽ ഫ്ലവറും ആണ്. കേട്ടോ, ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവറിനെ നമ്മൾ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയും. ആൻഡ് ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവർ ആണെങ്കിൽ നമ്മൾ അതിനെ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്നാണ് പറയാം. കേട്ടോ, ഇനി ഈ 2 ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഇല്ലാത്ത ഫ്ലവേഴ്സ് ഉണ്ട്, അതായത് സ്റ്റെറൈൽ ഫ്ലവേഴ്സ്. ഇഫ് ദർ ഈസ് നോ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അറ്റ് ഓൾ പ്രസന്റ് ഇൻസൈഡ് ദ ഫ്ലവർ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ന്യൂട്ടർ ഫ്ലവർ. നമ്മൾ പഠിച്ചില്ലേ ന്യൂട്ടർ ഫ്ലവർ എവിടെയൊക്കെ കണ്ടു? ആ ആന്തൂറിയത്തിന്റെ ഫ്ലവറിൽ കണ്ടു, ആന്തൂറിയത്തിന്റെ ഇൻഫ്ലോറസെൻസിൽ കണ്ടു അല്ലെ. അതേപോലെ തന്നെ നമ്മൾ ഹൈപ്പാന്തോഡിയം ഇൻഫ്ലോറസെൻസിൽ, അതായത് ഫിഗിന്റെയും ബനിയൻ ട്രീയുടെയും ഒക്കെ ഇൻഫ്ലോറസെൻസിൽ നമ്മൾ കണ്ടില്ലേ, സെന്റർ ഭാഗത്ത് ഇരിക്കുന്ന എന്താണ്? ന്യൂട്ടർ ഫ്ലവർ അല്ലെങ്കിൽ ഗോൾഡ് ഫ്ലവർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോ ഫ്ലവേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോഴാണ് ഒരു പ്ലാന്റ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്. ബിക്കോസ് ഫ്ലവർ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ആന്തോളജി എന്ന് പറയുന്നത്. ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു സ്റ്റെമ്മിൽ, അതായത് ഫ്ലവർ ഉണ്ടാകുന്ന എപ്പോഴാണ്? ഫ്ലോറിജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഷൂട്ട് ആയിട്ട് റൈസ് ചെയ്യുന്ന ഷൂട്ട് ബഡ് ഫ്ലോറൽ ബഡ് ആയിട്ട് മോഡിഫൈ ചെയ്യുകയും നോഡൽ ഇന്റർനോഡൽ ലെങ്ത് വളരെ കുറയ്ക്കുകയും ചെയ്ത്
കഴിയുമ്പോൾ സെപ്പൽസും പെറ്റൽസും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും വളരെ അടുത്ത് അറേഞ്ച് ചെയ്യും. അത് പൂ പോലെ ഒരു എന്താ പറയാ ഒരു പൂവെന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അതിനകത്ത് ആ ഫ്ലോറൽ വേൾഡ്സ് എന്ന് പറയുന്നത് സെപ്പൽസും പെറ്റൽസും ആണ്. അതേപോലെ തന്നെ അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റേമനും പെസ്റ്റിലുമാണ്. ഇനി അതിനെ ഒരു ഗ്രൂപ്പിലായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ ഫ്ലോറൽ വേൾഡ്സ് എന്ന് പറയുന്നത് കാലിക്സ് ആൻഡ് കൊറോള, കാലിക്സിന്റെ സിംഗിൾ ആണ്. സെപ്പൽ എന്ന് പറയുന്നത് കൊറോളയുടെ സിംഗിൾ ആണ്. പെറ്റൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, ആൻഡ്രീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ് ആണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഗൈനീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ് ആണ് പെസ്റ്റൽ എന്ന് പറയുന്നത്. ഈ എല്ലാ ഫ്ലോറൽ വേൾഡ്സും അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു തലാമസിലാണ്. തലാമസിനെ നമ്മൾ റിസെപ്റ്റാക്കിൾ അല്ലെങ്കിൽ ടോറസ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ കാലിക്സും കൊറോളയും കൂടി ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ പെരിയാന്ത് ആണ്. ലിലിയേഷ്യ ഫാമിലിയിലൊക്കെ ആയിട്ടോ പെരിയാന്ത് കാണുന്നത്. ആ പെരിയാന്തിന്റെ സിംഗിൾ യൂണിറ്റിന് നമ്മൾ ടെപ്പൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സാധാരണ ഫ്ലവേഴ്സിന്റെ ഉള്ളില് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം വിൽ ബി പ്രസന്റ്. അതിന് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാ പറയാ. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ചില ഫ്ലവേഴ്സിൽ ആൻഡ്രീഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് നമ്മൾ മെയിൽ ഫ്ലവർ എന്ന് പറയും. ആ തരത്തിലുള്ള ഫ്ലവറിനെ നമ്മൾ സ്റ്റേമിനേറ്റ് ഫ്ലവർ എന്നാണ് പറയാ. ഇഫ് ദർ ഈസ് നോ സ്റ്റേമൻ ഓൺലി ദ ഗൈനീഷ്യം ഇഫ് ഇറ്റ് ഈസ് പ്രസന്റ് ദാറ്റ് ഈസ് കോൾഡ് ആസ് പിസ്റ്റിലേറ്റ് ഫ്ലവർ. അത് ഫീമെയിൽ ഫ്ലവർ ആണ്. ഇനിയിപ്പോ ഈ രണ്ട് സെക്സ് ഓർഗനും ഇല്ലാത്ത ഫ്ലവർ ഉണ്ട്. യൂണിസെക്ഷലും അല്ല ബൈസെക്ഷലും അല്ലാത്ത ഫ്ലവേഴ്സ് ഉണ്ട്. അതായത് സ്റ്റെറൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അവർക്ക് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ടാവില്ല. ആ തരത്തിലുള്ള ഫ്ലവേഴ്സിന് നമുക്ക് ഗോൾഡ് ഫ്ലവർ അല്ലെങ്കിൽ ന്യൂട്ടർ ഫ്ലവർ എന്ന് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവറിന്റെ സിമെട്രി നോക്കാം. ഒരു ഫ്ലവറിനെ അതിന്റെ സെന്റർ ആക്സിസിൽ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് സെന്റർ ആക്സിസിൽ കൂടെ എത്ര പ്ലെയിൻ വഴി ഡിവൈഡ് ചെയ്യാം എന്നനുസരിച്ച് നമുക്ക് ഫ്ലവറിന്റെ സിമെട്രി കണക്കാക്കാം. ബോഡി സിമെട്രി നമ്മൾ ആനിമൽ കിങ്ഡം ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ബോഡി സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, അതേപോലെ തന്നെ റേഡിയൽ സിമെട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അതേപോലെ തന്നെ ഫ്ലവേഴ്സിനും ഉണ്ട്. അതായത് റൗണ്ട് ഷേപ്പുള്ള ഫ്ലവേഴ്സ് ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 equal halves through any plane but the division has to pass through the center. അതായത് ഏത് പ്ലെയിനിൽ കൂടെ വേണമെങ്കിലും അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഇങ്ങനെ ഡയഗണലായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇങ്ങനെ ഡയഗണലായിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഡിവിഷൻ ഹാസ് ടു പാസ് ത്രൂ ദ സെന്റർ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സിന് നമ്മൾ പറയുന്നത് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് റേഡിയൽ സിമെട്രി കാണിക്കുന്നതാണ്. ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് ഇറ്റ് ഷോ റേഡിയൽ സിമെട്രി. This is seen in the case of hibiscus. It can be seen in the case of mustard. അതേപോലെ തന്നെ that is seen in datura, chilli. ഇതിനകത്തൊക്കെ നമ്മൾ സാധാരണ സൊലാനേഷ്യ ഫാമിലിയിലൊക്കെ കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് കേട്ടോ റേഡിയൽ സിമെട്രി ഓഫ് ദ ഫ്ലവർ. അതിന്റെ ഫ്ലവർ എങ്ങനെയായിരിക്കും? ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അതിനെ ആക്ടിനോമോർഫിക് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ആക്ടിനോമോർഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പൽ ഉണ്ട്. ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ഇതാണ് കേട്ടോ. ഇതാണ് ആക്ടിനോമോർഫിക് ഫ്ലവറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ. ഇനി ചില ഫ്ലവേഴ്സ് that can be divided through a single plane when it is passing through the center, it is dividing its floral parts into 2 equal halves. അതായത് ആ ഫ്ലോറൽ പാർട്ട് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ പൂവിനെ ഒരു പ്ലെയിനിൽ കൂടെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ആ തരത്തിലുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്നാണ് പറയാ. സൈഗോമോർഫിക് ഫ്ലവേഴ്സ് കാണിക്കുന്നത് ബൈലാറ്ററൽ സിമെട്രി ആണ് കേട്ടോ. നമ്മുടെ ബോഡി എടുത്തത് എങ്ങനെ ഡിവൈഡ് ചെയ്ത് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടും. നമുക്ക് ഒരു പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എങ്ങനെയാണ്? ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ് നമ്മൾ അല്ലെ. അതേപോലെ തന്നെ ചില പൂക്കളും ഉണ്ട്. ആ പൂക്കളിലും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരൊറ്റ പ്ലെയിനിൽ കൂടി അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ തരത്തിലുള്ള സിമെട്രീനെ നമ്മൾ പറയുന്ന സൈഗോമോർഫിക് എന്നാണ് പറയാം. Zygomorphic flowers are showing bilateral symmetry. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സൈൻ പെർസെന്റേജ് ആണ് കേട്ടോ. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ പെർസെന്റേജ് ആണ്. അതേപോലെ there are some zygomorphic symmetry കാണിക്കുന്ന ഫ്ലവേഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയോ? ദാറ്റ് ഈസ് ഗുൽമോഹർ,
വാഗച്ചെടി ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് അതിന്റെ പൂ വന്നിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ എന്താ പറയുക എസ്റ്റിവേഷൻ കൊണ്ടാണ്, അതായത് അതിന്റെ എതളുകൾ അറേഞ്ച് ചെയ്തേക്കുന്നതിന്റെ പ്രത്യേകത കൊണ്ടാണ് അതിന് ആ പർട്ടിക്കുലർ ടൈപ്പിൽ മാത്രമേ, അതായത് ഒരു പ്ലെയിനിൽ കൂടെ മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പീ പ്ലാന്റ്, അതുപോലെ ബീൻ, ഈ പയറിന്റെ പൂവും നമുക്ക് അങ്ങനെ റൗണ്ടിലല്ല അതിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ ഒരു പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സൈഗോമോർഫിക് സിമെട്രി അത് കാണിക്കാം. അതേപോലെ ബീൻ ഫ്ലവർ, അതുപോലെ കാസിയ എന്ന് പറഞ്ഞാല് ഇതാണ് കണിക്കൊന്നട പൂവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ പ്ലെയിനിൽ കൂടെ മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ്? സൈഗോമോർഫിക് ഫ്ലവർ ആണ് കേട്ടോ. ഇനി ചില ഫ്ലവേഴ്സ് എസിമെട്രിക് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. എസിമെട്രിക് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇറഗുലർലി ആണ് അതിന്റെ പെറ്റൽസും സെപ്പൽസും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അതായത് വി വിൽ നോട്ട് ബി ഏബിൾ ടു ഡിവൈഡ് ദിസ് ഫ്ലവർ ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ത്രൂ എനി പ്ലെയിൻ. ഒരു പ്ലെയിൻ വഴി നമുക്ക് ഈ പറയുന്ന പൂവിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട്. അതിന് നമ്മൾ എസിമെട്രിക് ടൈപ്പ് ഓഫ് സിമെട്രി എന്നാണ് പറയാ. അതായത് ഇറഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് അതിനകത്ത് പെറ്റൽസിനും സെപ്പൽസിനും. അതിന് എക്സാമ്പിൾ ആണ് ക്യാന എന്ന് പറയുന്നത് എന്താ പറയാ, ഈ കൊന്തവാഴ ചെടി എന്ന് പറയും. നമ്മുടെ നാട്ടിലേക്കൊക്കെ അതിനെ കൊന്തവാഴ എന്നാ പറയാ, ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. ഒരുമാതിരി ചുമന്ന കളറിൽ ഇങ്ങനെ കൊല കുത്തി പൂണ്ടായ പോലെ, അത് ഓരോ വലിയ വലിയ ഇതളുകളാണ് അതിന്റെ. ക്യാന എന്താന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ഡയഗ്രം എടുത്ത് നോക്കിക്കോട്ടോ ക്യാന എന്താന്ന്. അത് കൊന്തവാഴ ചെടി നമ്മൾ സാധാരണ കാണാറുള്ള ചെടിയാണ്. അത് പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ അടുത്ത വീട്ടില് അവര് സ്ഥിരമായിട്ട് അത് കൃഷി ചെയ്യുമായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അതിനൊരു കിഴങ്ങുണ്ട്, മധുരക്കിഴങ്ങ് പോലെ, നല്ല ടേസ്റ്റാ. ആ കിഴങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഇതായിട്ട് ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് സാധാരണ നട്ടു വളർത്തുന്ന കാണാറുണ്ട് കേട്ടോ. ഇതാണ് ദ ഫ്ലവറിന്റെ സിമെട്രി, അതായത് ബോഡി സിമെട്രി ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫ്ലവറിന്റെ കാലിക്സിന്റെ കൊറോളയുടെ നമ്പർ അനുസരിച്ച് നമുക്ക് ഫ്ലവേഴ്സിനെ ട്രൈമറസ് ഫ്ലവേഴ്സിനും ടെട്രാമറസ് ഫ്ലവേഴ്സിനും പെന്റാമറസ് ഫ്ലവേഴ്സിനും ഡിവൈഡ് ചെയ്യാം. ട്രൈമറസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ഇതളുകളോ 3ന്റെ മൾട്ടിപ്പിൾ നമ്പർ ആയിട്ടുള്ള അത്രയും നമ്പർ ഇതളുകളോ ഉള്ള പൂക്കളെയാണ് ട്രൈമറസ് ഫ്ലവേഴ്സ് എന്ന് പറയാം. ടെട്രാമറസ് എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളോ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കും അവരുടെ സെപ്പൽസിന്റെ പെറ്റൽസിന്റെ നമ്പർ, അതിനെ ടെട്രാമറസ് എന്ന് പറയുന്നു. പെന്റാമറസ് എന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും അവരുടെ പെറ്റൽസിന്റെ സെപ്പൽസിന്റെ നമ്പറും അതേപോലെ സെപ്പൽസിന്റെ നമ്പറും, അതിനെയാണ് പെന്റാമറസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ trimerous flowers are characteristic features of monocotyledonous plants. Trimerous flowers important ആണ്. മോണോകോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ട്രൈമറസ്. ടെട്രാമറസ് ആൻഡ് പെന്റാമറസ് that is character of dicot. ഡൈക്കോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ടെട്രാമറസ് ആൻഡ് പെന്റാമറസ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തിരുന്നോളാം. അതേപോലെ തന്നെ ദ ഫ്ലോറൽ ബഡ്, ഫ്ലവേഴ്സിന് ചിലപ്പോൾ ബ്രാക്റ്റ് ഉണ്ടാവാം. ബ്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ലീഫിന് സ്റ്റിപ്യൂൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഫ്ലവറിന്റെ പെഡിസലിന്റെ ബേസ് ഭാഗത്ത്, പീറ്റിയോളിന്റെ ബേസ് ഭാഗത്തല്ലേ ആ സ്റ്റിപ്യൂൾ ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ ഫ്ലവറിന്റെ പെഡിസൽ ഉണ്ടല്ലോ, അതായത് ഇതാ ഇപ്പൊ ഒരു ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് സ്റ്റെം ആണ്, ഇവിടുന്ന് ഇതാ ഒരു ഫ്ലവർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഇതിന്റെ ബേസ്, ഇത് പെഡിസല്. ഈ പെഡിസൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ബേസ് റീജിയനില് ഇവിടെ ഇലകൾ കണ്ട ഇതിനെ നമ്മൾ ബ്രാക്റ്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ബ്രാക്റ്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. base of the pedicel where bract if it is present, that is called as bractate flower. അതേപോലെ തന്നെ ബ്രാക്റ്റ് ഇല്ലാത്തതിന് നമ്മൾ എബ്രാക്റ്റേറ്റ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. ബ്രാക്റ്റ് ഇല്ലാത്തതിന് നമ്മൾ എബ്രാക്റ്റേറ്റ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. അതേപോലെ ഇപ്പൊ ഇൻഫ്ലോറസെൻസിന്റെ ഒക്കെ ആന്നിരിക്കട്ടെ, ഇൻഫ്ലോറസെൻസിന്റെ അതായത് ഒരു പൂക്കുലയുടെ പെഡങ്കിളിന്റെ ബേസിൽ ബ്രാക്റ്റ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻവൊല്യൂക്കർ എന്നാ പറയുന്നത്. സയാത്തിയും ഇൻഫ്ലോറസെൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇൻവൊല്യൂക്കർ
ഇൻവല്യൂക്കർ വളരെ കളർഫുൾ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് അതിന്റെ ഉള്ളിലായിട്ടാണ് എന്ത് കാണുന്നത്, മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും കാണുന്നത്. കുറെ മെയിൽ ഫ്ലവേഴ്സിന്റെ നടുക്ക് ഒരു ഫീമെയിൽ ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പൊ ആ ഇൻവല്യൂക്കർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഓഫ് ബ്രാക്ട് തന്നെയാണ്. ബ്രാക്ട് ഒരു ഇൻഫ്ലോറസൻസിൽ കാണുന്ന ബ്രാക്ടിനെയാണ് നമ്മൾ ഇൻവല്യൂക്കർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ട്രൈമറസ് ടെട്രാമറസ് ഫ്ലവേഴ്സ് പറഞ്ഞു, അതേപോലെ തന്നെ ബ്രാക്റ്റേറ്റ് ആൻഡ് എബ്രാക്റ്റേറ്റ് ഫ്ലവേഴ്സ് പറഞ്ഞു. ബ്രാക്ട് കാണുന്ന പെഡിസലിന്റെ ബേസ് റീജിയനിലാണ്. ഇനി കാലിക്സിന്റെയും കൊറോളയുടെയും അതേപോലെ തന്നെ ആൻഡ്രീഷ്യത്തിന്റെയും പൊസിഷൻ, ഓവറീനെ ബേസ് ചെയ്ത് അതിന്റെ പൊസിഷൻ എവിടെയാണെന്നനുസരിച്ച് നമുക്ക് ഓവറീനെ സുപ്പീരിയർ ഓവറി, ഇൻഫീരിയർ ഓവറി, അതേപോലെ തന്നെ ഹാഫ് ഇൻഫീരിയർ ഓവറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതൊന്ന് നോക്കാം. ഇനി നമ്മൾ പൊസിഷൻ ഓഫ് ഫ്ലോറൽ പാർട്സ് ഓൺ ദ തലാമസ് നമുക്ക് നോക്കാം. അതായത് ഈ തലാമസിലെ ഓവറീനെ അറേഞ്ച് ചെയ്തേക്കുന്നത് അനുസരിച്ച് എവിടെയാണ് അതിന്റെ കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യവും വരുന്നത്, അതനുസരിച്ച് ആ ഓവറി ഒന്നുപോലെ സുപ്പീരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫീരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇൻഫീരിയർ ആയിരിക്കാം. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ഹിയർ there are 3 different types of ovaries according to their position, that is hypogynous, perigynous and epigynous. Hypogynous എന്ന് പറയുന്ന സുപ്പീരിയർ ഓവറിയാണ്. ഇത് അതിന്റെ തലാമസ് ആണ്. ഈ തലാമസിൽ ഇതായി കാണുന്ന കാലിക്സും ഇതായി കാണുന്ന കൊറോളയാണ്. കാലിക്സ് ആൻഡ് കൊറോള, അതായത് സെപ്പൽസും പെറ്റൽസും. ഇതിന്റെ മേലെ എന്തുണ്ട്, ഗൈനീഷ്യം ഉണ്ട്. ഈ ഗൈനീഷ്യത്തിന്റെ ഓവറിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇത് സ്റ്റിഗ്മയും സ്റ്റൈലുമാണ്. കണ്ടോ ഓവറി ഇരിക്കുന്ന എവിടെയാ, ഈ പറയുന്ന ഇവിടെ ഞാൻ ഇത് വരയ്ക്കാൻ മറന്നുപോയി, ആന്തർ അല്ലെങ്കിൽ ആൻഡ്രീഷ്യം ഈ ഭാഗത്താണ് കേട്ടോ. ആൻഡ്രീഷ്യവും എവിടെയായിരിക്കുന്നത്, ഓവറിയുടെ താഴെയായിട്ടാണ് ആൻഡ്രീഷ്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കിയ ഓവറി ഇതിന്റെ ഒക്കെ മേലേക്ക് പോയി, അതുകൊണ്ട് അതിന് നമ്മൾ പറയുന്നത് സുപ്പീരിയർ ഓവറി എന്നാണ്. സുപ്പീരിയർ ഓവറിക്ക് നമ്മൾ പറയുന്ന ഹൈപ്പോഗൈനസ് ടൈപ്പ് ഓഫ് ഓവറി എന്നാണ് കേട്ടോ. ഹൈപ്പോഗൈനസ് ഓവറി കാണുന്നത് മസ്റ്റാർഡില്, ചൈന റോസില്, ബ്രിഞ്ചോളിലൊക്കെ നമുക്ക് സുപ്പീരിയർ ഓവറിയാണ് കാണാൻ കഴിയുക കേട്ടോ. മസ്റ്റാർഡ്, ബ്രിഞ്ചോൾ, ചൈന റോസ്, അതേപോലെ തന്നെ ടൊമാറ്റോ, അതിനകത്തൊക്കെ സുപ്പീരിയർ ഓവറിയാണ്. ഇനി പെരിഗൈനസ് ടൈപ്പ് ഓഫ് ഓവറി എന്ന് പറഞ്ഞാല് വേറൊന്നല്ല, ഈ തലാമസ് ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ തലാമസിന്റെ മേലെ ഒരു റിമ്മ് പോലെ അറേഞ്ച് ചെയ്തേക്കുന്ന തലാമസില്, ആ തലാമസിന്റെ റിമ്മില് കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓവറി ഇരിക്കുന്ന എവിടെയാ, ഓവറി ഇതിന്റെ ഉള്ളിലായിട്ടില്ല, എന്നാൽ ഇതിന് സുപ്പീരിയറും ആയിട്ടില്ല ഇരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലാവണമെങ്കിൽ ഇതിങ്ങനെ എൻക്ലോസ് ചെയ്യണം, എന്നാൽ മാത്രം അത് ഇൻഫീരിയർ ആയി പോളൂ. അത് ഇൻഫീരിയറും അല്ല സുപ്പീരിയറും അല്ലാത്ത കണ്ടീഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എന്താ, ഇതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ഇതിനെ എൻക്ലോസ് ചെയ്തിട്ടല്ല ഇതിരിക്കുന്നത്. ഇത് ഇതിന്റെ ഒരു എന്താ പറയാ, ആ തലാമസ് വന്നിട്ട് ഇങ്ങനെ റിമ്മ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ആ റിമ്മിന്റെ മേലെ ആ കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പെരിഗൈനസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എന്നാ പറയാ. ആ റിമ്മ് ചിലപ്പോൾ കുറച്ചിങ്ങനെ കൂടിയിരിക്കാം, ചിലപ്പോൾ കുറച്ചിങ്ങനെ അകന്ന ഒരു സോസർ പോലെ ഇരിക്കാം കേട്ടോ. അപ്പൊ ഈ രണ്ട് കണ്ടീഷനിലും നമ്മൾ അതിനെ പെരിഗൈനസ് ഫ്ലവേഴ്സ് എന്നാ പറയാ. പെരിഗൈനസ് ഫ്ലവേഴ്സ് എക്സാമ്പിള് പ്ലം, റോസ്, പീച്ച്, ഇതൊക്കെ പെരിഗൈനസ് ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് നീറ്റ് എക്സാമിന്. ഇനി എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറി ഉള്ളതിനാണ് എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. എപ്പിഗൈനസ് ഫ്ലവർ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഓവറിനെ എൻക്ലോസ് ചെയ്തിട്ട് തലാമസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ തലാമസ് ഇതിനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന തലാമസിന്റെ മേലെയാണ് എന്തിരിക്കുന്നത്, കാലിക്സും കൊറോളയും അതേപോലെ ആൻഡ്രീഷ്യം ഇരിക്കുന്നത്. ഓവറിനെ എന്താ എൻക്ലോസ് ചെയ്തേക്കുന്ന തലാമസ്, എന്നിട്ട് ആ ഓവറിയുടെ തലയ്ക്ക് കയറി ഇരിക്കുന്ന പോലെ, അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്ന പോലെ കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യം അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിന് ഇൻഫീരിയർ ഓവറി അല്ലെങ്കിൽ എപ്പിഗൈനസ് ടൈപ്പ് ഓഫ് ഫ്ലവർ എന്നാണ് പറയാം. ഇൻഫീരിയർ ഓവറി കാണുന്നത് കുക്കുംബറില്, അതുപോലെ തന്നെ റേ ഫ്ലോറൻസ് ഓഫ് സൺഫ്ലവർ. കണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ ഇൻഫ്ലോറസൻസ് പഠിച്ചപ്പോ അവിടെ റേ ഫ്ലോറൻസും ഡിസ്ക് ഫ്ലോറൻസും പറഞ്ഞില്ലേ. അതിനകത്ത് റേ ഫ്ലോറൻസിൽ ഏത് തരത്തിലുള്ള ഓവറിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആണ്. റേ ഫ്ലോറൻസിലെ ഇൻഫീരിയർ ഓവറിയാണ് അല്ലെങ്കിൽ എപ്പിഗൈനസ് ടൈപ്പ് ഓഫ് ഓവറിയാണ് കേട്ടോ. അപ്പൊ കുക്കുംബറില്, ഗോവയില്, പൊമഗ്രനേറ്റില്, അതേപോലെ തന്നെ റേ ഫ്ലോറൻസ് ഓഫ് സൺഫ്ലവർ, ഇതിനകത്തൊക്കെ കാണുന്ന ഇൻഫീരിയർ ഓവറിയാണ് അല്ലെങ്കിൽ എപ്പിഗൈനസ് ടൈപ്പ് ഓഫ് ഓവറിയാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഓവറിയുടെ പൊസിഷൻ ഞാൻ പറഞ്ഞു, പെരിഗൈനസ് ചോദിച്ചിട്ടുള്ളതാണ്, അതേപോലെ തന്നെ റേ ഫ്ലോറൻസിൽ ഏത് തരത്തിലുള്ള ഓവറിയാണോ ഉള്ളതെന്നും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ഫ്ലവർ നോക്കാം കേട്ടോ. ഡിഫറെന്റ് പാർട്സ് ഓഫ് ഫ്ലവർ that include calyx, corolla, andrecium and gynoecium.
കാലിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് വേൾ ഓഫ് ദ ഫ്ലവർ. ഫ്ലവറിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വേൾ ആണ് കാലിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സിംഗിൾ മെമ്പറിനെ നമ്മൾ പറയുന്നത് സെപ്പൽ എന്നാണ് കേട്ടോ. അതേപോലെ സെപ്പൽസ് ഗ്രീൻ കളറിലായിരിക്കും കാണുക. അതേപോലെ ലീഫ് ലൈക്ക് ആയിരിക്കും. ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് സെപ്പൽസ്. സെപ്പൽസ് ഗ്രീൻ കളറിലായിരിക്കും. ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സെപ്പൽ എന്ന് പറയുന്നത്. ബഡ് സ്റ്റേജിൽ നമുക്കറിയാലോ, റോസാപ്പൂ ഒക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന സമയത്ത് ആ റോസാപ്പൂവിന്റെ ബഡിനെയൊക്കെ കവർ ചെയ്ത ഒരു ഗ്രീൻ കളർ സെപ്പൽ, അതായത് എതള് പോലെ കാണുന്ന അതിനെയാണ് നമ്മൾ സെപ്പൽ എന്ന് പറയാ കേട്ടോ. ചിലപ്പോ ഈ കാലിക്സ് വന്നിട്ട് കൂടി പിടിച്ചിരിക്കാം, അതിനെ ഗ്യാമോസെപ്പലസ് എന്ന് പറയാം കേട്ടോ. കാലിക്സ് അല്ലെങ്കിൽ ഈ സെപ്പൽസ് എല്ലാം കൂടി ജോയിൻ ചെയ്തിരിക്കുന്നതിന് നമ്മൾ ഗ്യാമോസെപ്പലസ് കണ്ടീഷൻ എന്ന് പറയാം. ഗ്യാമോസെപ്പലസ് കണ്ടീഷൻ കാണുന്നത് കോട്ടൺ, ദത്തൂറ, ബ്രിഞ്ചോൾ, ഇതിനകത്തൊക്കെ നമുക്ക് ഗ്യാമോസെപ്പലസ് കണ്ടീഷൻ കാണാം. ഗ്യാമോസെപ്പലസ് കണ്ടീഷൻ, കോട്ടൺ, ദത്തൂറ, ബ്രിഞ്ചോൾ, ഇതിനകത്തൊക്കെ നമുക്ക് ഗ്യാമോസെപ്പലസ് കണ്ടീഷൻ ആണ് കാണാം. ഇനി സെപ്പൽസ് ഫ്രീ ആയിട്ട് കാണുന്നതിന് നമ്മൾ പോളിസെപ്പലസ് കണ്ടീഷൻ എന്നാണ് പറയാം. സെപ്പൽസ് ഫ്രീ ആയിട്ട് കാണുന്നത് നമ്മൾ പോളിസെപ്പലസ് കണ്ടീഷൻ എന്നാണ് പറയാം. മസ്റ്റാർഡ്, റാഡിഷ്, ഇതിനകത്തൊക്കെ പോളിസെപ്പലസ് കണ്ടീഷൻ ആണ് കേട്ടോ. പോളിസെപ്പലസ് കണ്ടീഷൻ ദാറ്റ് ഈസ് സീൻ ഇൻ മസ്റ്റാർഡ്, റാഡിഷ്, ഇതിനൊക്കെ പോളിസെപ്പലസ് കണ്ടീഷൻ ആണ്. ഇനി ചിലപ്പോൾ സെപ്പൽസ് കളർഫുൾ ആയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ സെപ്പൽസ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്, ഗ്രീൻ കളേർഡ് ആണ്. അത് ബഡിനെ, ഫ്ലവർ ബഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനെ കവർ ചെയ്ത് നിൽക്കുന്നതെന്നും പറഞ്ഞു. ചിലപ്പോൾ ഈ സെപ്പൽസ് ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പോളിനേഷന് വേണ്ടിയിട്ട്, ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടും കാണാം. കളർഫുൾ ആയിട്ടുള്ള സെപ്പൽസ് കാണുന്നത് ഇൻ ദ കേസ് ഓഫ് ദിസ് വൺ ബോഗൻവില്ല. ബോഗൻവില്ലയിലെ സെപ്പൽസ് കളർഫുൾ ആയിട്ടാണ് കാണാറുള്ളത് കേട്ടോ. സോ സെപ്പൽസ്, കളർഫുൾ സെപ്പൽസ് ആർ പ്രസന്റ് ഇൻ ബോഗൻവില്ലയിൽ നമ്മൾ കളർഫുൾ സെപ്പൽസ് ആണ് കാണാം. അതേപോലെ സെപ്പൽസ് മോഡിഫൈ ചെയ്തിട്ട് ചെറിയ ചെറിയ സ്പൈൻസ് ആയിട്ട് കാണാം. സെപ്പൽസ് മോഡിഫൈ ചെയ്ത് സ്പൈൻസ് ആയിട്ട് കാണുന്നത് ട്രാപ്പ എന്ന് പറയുന്ന പ്ലാന്റില് സെപ്പൽസ് സ്പൈൻ ആയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നതാണ്. അത് ട്രാപ്പയിലാണ് കേട്ടോ. അതേപോലെ തന്നെ സെപ്പൽസ് ദാറ്റ് ഈസ് മോഡിഫൈഡ് ഇൻ ദ ഫോം ഓഫ് എ പാപ്പസ്. സെപ്പല് പാപ്പസ് ആയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നത്, അതായത് ഒരു ഫെദറി പോലെ മോഡിഫൈ ചെയ്തേക്കുന്നത് സൺഫ്ലവറിലൊക്കെ, സൺഫ്ലവറില് അല്ലെങ്കിൽ ആസ്റ്ററേഷ്യ നമുക്ക് സെപ്പൽസ് ഒരുമാതിരി ഫെദറി പോലെ പാപ്പസ് ആയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഈ പാപ്പസ് പോലത്തെ ഒരു സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, അതിന് ഈ സീഡ്സിനെയൊക്കെ പറത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അത് ആ സീഡിന്റെ മേലെ പാപ്പസ് അങ്ങനെ റിമെയിൻ ചെയ്യും. അപ്പൊ ഈ സീഡിന്റെ ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് സഹായിക്കും ഈ പാപ്പസ് പോലത്തെ സ്ട്രക്ചർ ചില പ്ലാന്റ്സിൽ, ലൈക്ക് ആസ്റ്ററേഷ്യ ലൈക്ക് പ്ലാന്റ്സിൽ കേട്ടോ. അതേപോലെ ചില ഫ്രൂട്ട്സിൽ സെപ്പൽസ് ഈവൻ ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഫ്രൂട്ട്സ് ഇറ്റ് വിൽ ബി റിമൈനിങ്. അങ്ങനത്തെ സെപ്പൽസ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ഇവിടെയൊക്കെ നമുക്ക് സെപ്പൽസ് പെർസിസ്റ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ സെപ്പൽസിനെ പറ്റിയിട്ട് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. കാലിക്സിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആണ് സെപ്പൽ എന്ന് പറയുന്നത്. സെപ്പല് ഗ്രീൻ കളറിലാണ്. അത് ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതാണ്. സെപ്പല് ഫ്യൂസ് ചെയ്തോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ കാണാം. ഫ്യൂസ് ചെയ്ത് കാണുന്നതിനെ ഗ്യാമോസെപ്പലസ് കണ്ടീഷൻ എന്ന് പറയും. അത് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതിന് പോളിസെപ്പലസ് കണ്ടീഷൻ എന്നാ പറയാം. ഗ്യാമോസെപ്പലസ് കണ്ടീഷൻ സാധാരണയായിട്ട് കാണുന്നത് ദത്തൂറ, ബ്രിഞ്ചോൾ, കോട്ടൺ, ഇതിനകത്തൊക്കെയാണ്. പോളിസെപ്പലസ് കണ്ടീഷൻ കാണുന്നത് നമുക്ക് മസ്റ്റാർഡില്, റാഡിഷിലൊക്കെ പോളിസെപ്പലസ് കണ്ടീഷൻ ആണ് കാണുക. ചിലപ്പോൾ സെപ്പൽസ് മോഡിഫൈ ചെയ്തിട്ട് കളർഫുൾ ആയിട്ട് കാണാറുണ്ട്. ദാറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് ബോഗൻവില്ല. അതേപോലെ സെപ്പൽസ് ഇഫ് ഇറ്റ് ഈസ് മോഡിഫൈഡ് ഇൻ ദ ഫോം ഓഫ് പാപ്പസ് ദാറ്റ് ഈസ് ഇൻ ആസ്റ്ററേഷ്യ. അതേപോലെ സെപ്പൽസ് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇത് സ്പൈൻ ആയിട്ട് കാണാം. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ട്രാപ്പ കേട്ടോ. ഇനി നെക്സ്റ്റ് പോർഷൻ കൊറോളയാണ്. കൊറോള എന്ന് പറയുന്നത് പെറ്റൽ. കൊറോളയുടെ സിംഗിൾ യൂണിറ്റ് നമ്മൾ പെറ്റൽ എന്നാണ് പറയാം. ദ നെക്സ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് കൊറോള. നെക്സ്റ്റ് ആക്സസറി വേൾ എന്ന് പറയുന്നത് കൊറോളയാണ്. കൊറോളയുടെ സിംഗിൾ യൂണിറ്റിന് നമ്മൾ പെറ്റൽ എന്നാണ് പറയുന്നത്. പെറ്റൽ എന്ന് പറയുന്ന കളർഫുൾ പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ് കേട്ടോ. ഈ പെറ്റല് സാധാരണയായിട്ട് ഇൻസെക്ട് പോളിനേഷന് വേണ്ടിയിട്ട്, ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്.
കാലിക്സിനെ പോലെ തന്നെ കൊറോളയും ഫ്യൂസ്ഡ് ഫോമിലും അതേപോലെ സെപ്പറേറ്റ് ആയിട്ടും കാണാറുണ്ട്. അതായത് ഗ്യാമോപെറ്റലസ് കണ്ടീഷനും അതേപോലെ പോളിപെറ്റലസ് കണ്ടീഷനും കാണാറുണ്ട്. ഗ്യാമോപെറ്റലസ് കണ്ടീഷൻ ഇറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് ദത്തൂറ. ഗ്യാമോപെറ്റലസ് കണ്ടീഷൻ നമുക്ക് ദത്തൂറയിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ പോളിപെറ്റലസ് കണ്ടീഷൻ കാണുന്നത് റോസ് ഫ്ലവറിലൊക്കെ നമുക്ക് പോളിപെറ്റലസ് കണ്ടീഷൻ കാണാൻ കഴിയും. അതേപോലെ പെറ്റൽസിന്റെ ഷേപ്പ് ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും കേട്ടോ. അതിന്റെ ഷേപ്പും സൈസും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് കൊറോളയുടെ ഷേപ്പ് വെച്ചിട്ട് അത് എന്താ പറയാ പല പല കളർഫുൾ ഫ്ലവർ കളർഫുൾ ആവുന്നത് എന്തുകൊണ്ടാണ്? പെറ്റലിന്റെ ഡിഫറെന്റ് കളേഴ്സ് കൊണ്ടാണ്. നമുക്കറിയാം വൈറ്റ് കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്, പിങ്ക് കളർ ഉണ്ട്, ബ്ലൂ കളർ ഉണ്ട്, പർപ്പിൾ കളർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പെറ്റൽസിന് അല്ലെ. അപ്പൊ ഒരു പ്ലാന്റിൽ തന്നെ ഒരു സ്പീഷീസിലുള്ള പ്ലാന്റിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റി കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റി കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഓരോ പ്ലാന്റിലും ഫ്ലവേഴ്സിന്റെ കളറിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം കേട്ടോ. അതേപോലെ തന്നെ അതിന്റെ ഷേപ്പിലും വ്യത്യാസം ഉണ്ടാവും. കൊറോളയുടെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവാം. കൊറോള ട്യൂബുലാർ ഷേപ്പുള്ള കൊറോള ഉണ്ടാവാറുണ്ട്. ട്യൂബുലാർ ഷേപ്പുള്ള കൊറോള കാണുന്നത് ഡിസ്ക് ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവറിലാണ് കേട്ടോ. ട്യൂബുലാർ കൊറോള ഈസ് പ്രസന്റ് ഇൻ ഡിസ്ക് ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവറിലെ ട്യൂബുലാർ കൊറോളയാണ് കാണുക. ബെൽ ഷേപ്ഡ് കൊറോള, ഫൈസേലിസ്, അതേപോലെ തന്നെ ടൊബാക്കോ, അതിനകത്തൊക്കെ ബെൽ ഷേപ്ഡ് കൊറോളയാണ് ഉള്ളത്. ബെൽ ഷേപ്ഡ് കൊറോള കാണുന്നത് ഫൈസേലിസ്, ടൊബാക്കോ, ഈ പ്ലാന്റിലൊക്കെ നമുക്ക് ബെൽ ഷേപ്ഡ് കൊറോളയാണ് കാണാൻ കഴിയുക. അതേപോലെ നമുക്ക് ഫണൽ ഷേപ്ഡ് കൊറോള ഉണ്ട്, ദാറ്റ് ഈസ് ഇൻ ദത്തൂറ. ഫണൽ ഷേപ്ഡ് കൊറോള ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദത്തൂറ. ദത്തൂറയില് ഫണൽ ഷേപ്ഡ് കൊറോളയാണ്. വീൽ ഷേപ്ഡ് കൊറോളയുണ്ട്. വീൽ ഷേപ്ഡ് കൊറോള ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് ബ്രിഞ്ചോൾ. ബ്രിഞ്ചോളിനകത്ത് വീൽ ഷേപ്ഡ് കൊറോളയാണ് ഉള്ളത്. അപ്പൊ ഓർത്തിരുന്നോളണം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ട്യൂബുലാർ ഷേപ്ഡ്, ബെൽ ഷേപ്ഡ്, ഫണൽ ഷേപ്ഡ്, വീൽ ഷേപ്ഡ് കൊറോള. അവിടെ ആ ഓരോ ഇതും കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ദ കൊറോള ഇറ്റ് ഈസ് ട്യൂബുലാർ, ബെൽ ഷേപ്പ്, ഫണൽ ഷേപ്ഡ് ആൻഡ് വീൽ ഷേപ്ഡ്. ഒരുപാട് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. ആ ഭാഗത്തുനിന്ന് ഒരുപാട് അഡീഷണൽ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ഓർത്തിരുന്നോളണം. അപ്പൊ സെപ്പൽസിലെ പോലെ തന്നെ പെറ്റൽസും ഗ്യാമോപെറ്റലസും പോളിപെറ്റലസും ആയിട്ട് കാണുന്നുണ്ട്. ഗ്യാമോപെറ്റലസിലെ പെറ്റൽസ് എല്ലാം ഫ്യൂസ് ചെയ്തായിരിക്കും കാണുക. പോളിപെറ്റൽസിലെ പെറ്റൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാണുക. കൊറോളയുടെ സിംഗിൾ യൂണിറ്റ് ആണ് പെറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പെരിയാന്ത്. പെരിയാന്ത് സാധാരണ ലിലിയേഷ്യ ഫാമിലിയിലാണ് കാണുന്നത്. സെപ്പൽസും പെറ്റൽസും കൂടി ഫ്യൂസ് ചെയ്ത് കാണുന്നതാണ് പെരിയാന്ത് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ കൊറോളയും കാലിക്സും കൂടി ഫ്യൂസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ കാലിക്സും കൊറോളയും കൂടി ഫ്യൂസ് ചെയ്തിരിക്കുന്ന എൻറ്റയർ സ്ട്രക്ചറിന് നമ്മൾ പെരിയാന്ത് എന്ന് പറയും. പെരിയാന്തിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആണ് എന്ത്? ടെപ്പൽ എന്ന് പറയുന്നത്. പെരിയാന്തിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആണ് ടെപ്പൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ അറേഞ്ച്മെന്റ് ഓഫ് ദ സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ എ ഫ്ലോറൽ ബഡ് വിത്ത് റെസ്പെക്ട് ടു എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ദ പെറ്റൽസ് ഓർ സെപ്പൽസ് ഇൻ ദ ഫ്ലോറൽ ബഡ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം വേൾ. അതിനെയാണ് നമ്മൾ എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അതായത് സെപ്പൽസും പെറ്റൽസും അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു മാനറിനെ നമ്മൾ എസ്റ്റിവേഷൻ എന്ന് പറയും. മേജർലി ഇത് എസ്റ്റിവേഷൻ 4 തരത്തിലാണുള്ളത്. വാൽവേറ്റ് എസ്റ്റിവേഷൻ, ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ, ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ, വെക്സിലറി എസ്റ്റിവേഷൻ എന്ന് പറയുന്ന 4 തരത്തിലാണ്. പിന്നെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ, ക്വിൻക്വിൻഷ്യൽ എസ്റ്റിവേഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണം എന്നില്ല. അതിനകത്തൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ പെറ്റൽസ് 2 എണ്ണം പുറത്തും പിന്നെ 2 എണ്ണം അകത്തും 1 എണ്ണം ട്വിസ്റ്റഡ് ആയിട്ടും അങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ക്വിൻക്വിൻഷ്യൽ എന്ന് പറയുന്നത്. ഇതാണ് സാധാരണ ചോദിച്ചു കാണാറുള്ളത്. സോ ഹിയർ വി ക്യാൻ സീ ദ വാൽവേറ്റ് എസ്റ്റിവേഷൻ. വാൽവേറ്റ് എസ്റ്റിവേഷൻ വേർ we can see the sepals and petals it will be arranged in a rim. ഒരു റിമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിലാണ് ഈ പറയുന്ന പെറ്റൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് കാലോട്രോപ്പിസ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. വാൽവേറ്റ് എസ്റ്റിവേഷന് കാലോട്രോപ്പിസ് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ക്രൂസിഫെറേ ഫാമിലിയിൽ വരുന്നത് അതായത് അതുപോലെ തന്നെ സൊലാനേഷ്യ ഫാമിലിയിൽ വരുന്ന, ലിലിയേഷ്യ ഫാമിലിയിൽ വരുന്ന ഈ എല്ലാത്തിനകത്തും
ഇതിന്റെ സെപ്പൽസിന്റെ പെറ്റൽസിന്റെ അറേഞ്ച്മെന്റ് നോക്കിയാൽ വാൽവേറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആയിരിക്കും. അപ്പോൾ ക്രൂസിഫെറേ, സൊലാനേഷ്യ, ലിലിയേഷ്യ ഫാമിലിയുടെ ക്യാരക്ടറും കൂടിയാണ് വാൽവേറ്റ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ കാലോട്രോപ്പിസ് ആണ് വാൽവേറ്റ് എസ്റ്റിവേഷൻ കാണിക്കുന്നതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പെറ്റലാണെങ്കിൽ അടുത്ത പെറ്റൽ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു സൈഡ് ഒന്നിന്റെ ഉള്ളിലേക്കാണെങ്കിൽ മറ്റേ സൈഡ് വേറെ എന്തിനാ ഓവർലാപ്പ് ചെയ്തായിരിക്കും നിൽക്കുന്നത് കേട്ടോ. ഈ പെറ്റല് ഈ സൈഡ് ഇതുകൊണ്ട് ഇതിനെ ഓവർലാപ്പ് ചെയ്യപ്പെട്ടു, ഇതിനെ ഓവർലാപ്പ് ചെയ്തു. അങ്ങനെയാണ് ഈ ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ വരെ. അതൊരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നെയായിരിക്കും. സാധാരണ ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ കുറേ തരത്തിലുള്ള ഫ്ലവേഴ്സിൽ കാണാറുണ്ട്. ലേഡീസ് ഫിംഗർ, ചൈന റോസ്, കോട്ടൺ, ഇതിനകത്തൊക്കെ നമുക്ക് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ കാണാൻ കഴിയും കേട്ടോ. ഇനി ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഓർഡറിലല്ലാതെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനാണ് ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന കാണാം. അതായത് ഒരു അതിന്റെ അപ്പുറത്തും നിൽക്കുന്ന പെറ്റലിനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതാണ്. ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ അപ്പുറത്തും ഉള്ളതിനെ കൊണ്ട് ഓവർലാപ്പ് ചെയ്യപ്പെട്ട് നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതും ട്വിസ്റ്റഡ് ആയിട്ടും കാണാറുണ്ട്. അതായത് ഒരെണ്ണം ഉള്ളിലും ഒരെണ്ണം പുറത്തും 3 എണ്ണം ട്വിസ്റ്റഡ് ആയിട്ടും കാണുന്നതാണ് ഈ പറയുന്ന ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ കേട്ടോ. ക്വിൻകൻഷ്യൽ എസ്റ്റിവേഷൻ എന്ന് പറയുന്നത് 2 എണ്ണം ഉള്ളിലും 2 എണ്ണം പുറത്തും ഒരെണ്ണം ട്വിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് വേണ്ട, അത് സാധാരണ ചോദിക്കാറില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ക്യാസിയ, ഗുൽമോഹർ, അതായത് വാഗയുടെ പൂവും അതേപോലെ ഈ കണിക്കൊന്നയുടെ പൂവൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വെക്സിലറി എസ്റ്റിവേഷൻ ആണ്. ഈ വെക്സിലറി എസ്റ്റിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ് കേട്ടോ. വെക്സിലറി എസ്റ്റിവേഷൻ സാധാരണയായിട്ട് കാണുന്ന പീ ഫ്ലവറിലാണ്, അതായത് പയറിന്റെ പൂവില്. അതിന്റെ പെറ്റൽസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാല് ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും, അതേപോലെ തന്നെ 2 വിങ് പെറ്റൽ. ഈ സ്റ്റാൻഡേർഡ് പെറ്റല് 2 വിങ് പെറ്റലിനെ ഓവർലാപ്പ് ചെയ്താണ് കാണുന്നത് കേട്ടോ. ഈ ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റല് വന്നിട്ട് 2 വിങ് പെറ്റലിനെ ഓവർലാപ്പ് ചെയ്താണ് കാണുന്നത്. ആ 2 വിങ് പെറ്റലിന്റെ താഴെയായിട്ട് 2 കീൽ പെറ്റൽ ഉണ്ടാവും. ഓക്കെ, രണ്ട് സ്മോളസ്റ്റ് ആൻറ്റീരിയർ പെറ്റൽ. ഇതിനെ നമ്മൾ ആൻറ്റീരിയർ, അതായത് ആ തലാമസിനോട് ഏറ്റവും അടുത്ത് കാണുന്നത് ആൻറ്റീരിയർ പെറ്റൽ. ഇത് പോസ്റ്റീരിയർ ആണ് കേട്ടോ. ആൻറ്റീരിയർ പെറ്റല് 2 കീൽ പെറ്റലും ഇത് പോസ്റ്റീരിയർ സ്റ്റാൻഡേർഡ് പെറ്റലുമാണ്. അപ്പൊ ഈ കീൽ പെറ്റല് രണ്ടും എങ്ങനെയാണ്? ഫ്യൂസ്ഡ് ഫോമിലാണ് കാണുക. ഈ കീൽ പെറ്റല് രണ്ടും ഫ്യൂസ്ഡ് ഫോമിലാണ് കാണുക. അപ്പൊ ഇവിടെ നമ്മൾ പെറ്റൽസ് എപ്പോഴും എഴുതുമ്പോൾ പെറ്റൽസ് ഇപ്പൊ സെപ്പൽസും പെറ്റൽസും നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് അത് ഇപ്പൊ ഫ്ലോറൽ ഫോർമുലയൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കീൽ പെറ്റല് രണ്ടും കൂടി ഫ്യൂസ് ചെയ്താ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് ആ ഫ്ലോറൽ ഡയഗ്രത്തിൽ കാണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഫ്ലോറൽ ഫോർമുലയിൽ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കീൽ പെറ്റല് ഇവിടെ ഫ്യൂസ് ചെയ്താ നിൽക്കുന്നത് ഞാൻ സെപ്പറേറ്റ് പറയാനുള്ള കാരണം കേട്ടോ. അപ്പൊ അത് ഓർത്തിരുന്നോളണം. സ്റ്റാൻഡേർഡ് പെറ്റലും വിങ് പെറ്റലും കീൽ പെറ്റലും. സ്റ്റാൻഡേർഡ് പെറ്റല് സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റീരിയർ, അതായത് ആ പൂവിൽ നിന്ന് അകന്ന് നിൽക്കുന്നതും, വിങ് പെറ്റല് അതിന്റെ ഉള്ളില് ഈ സ്റ്റാൻഡേർഡ് പെറ്റലിനെ കൊണ്ട് ഓവർലാപ്പ് ചെയ്യപ്പെട്ട് 2 വിങ് പെറ്റലും കാണാം. അതുപോലെ കീൽ പെറ്റല് ഏറ്റവും ആന്റീരിയർ പോർഷനിൽ ഏറ്റവും ഉള്ളില് പ്രോക്സിമൽ എൻഡില് 2 എണ്ണം ഫ്യൂസ് ചെയ്ത രീതിയിലുമായിരിക്കും കീൽ പെറ്റല് കാണുന്നത്. ഇതിനകത്ത് ഈ തരത്തിലുള്ള ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷനിലും വെക്സിലറി എസ്റ്റിവേഷനിലും കാണിക്കുന്ന ആ ഒരു ഫ്ലവറിനെ നമുക്ക് 2 ആയിട്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താലും നമുക്ക് 2 ഹാഫ് കിട്ടില്ല. ഒരൊറ്റ പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. അതായത് സൈഗോമോർഫിക് സിമെട്രി കാണിക്കുന്ന 2 ഫ്ലവേഴ്സ് ഈ ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷനും വെക്സിലറി എസ്റ്റിവേഷനും കാണിക്കുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ട്വിസ്റ്റഡും വാൽവേറ്റും എന്താണ് റേഡിയൽ സിമെട്രി കാണിക്കുന്ന ഫ്ലവേഴ്സ് ആണ്. ട്വിസ്റ്റഡും അതേപോലെ തന്നെ വാൽവേറ്റും ആയിട്ടുള്ള ഫ്ലവേഴ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ എസ്റ്റിവേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ വളരെ ഈസിയാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കേട്ടോ.